നമസ്കാരം. പത്തനംതിട്ട ഏലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. എന്നാൽ ആ വിവാദങ്ങൾ പതിയെ പതിയെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ പാസ്റ്റർ ബിനു എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ സഹായികൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹായിയായ ഏറ്റവും പ്രധാനപ്പെട്ട സഹായിയായ പാസ്റ്റർ പ്രിൻസ് എന്ന വ്യക്തിയും കൊടും ക്രിമിനലുകളാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. അതിനുമപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനം പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനും അദ്ദേഹം നടത്തുന്ന ഈ ഒരു എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ എന്ന സ്ഥാപനത്തിനുമുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു തെളിവായി വിമർശകർ പറയുന്നത്, പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ പറയുന്നത്, ഈ സംഭവം 17കാരൻ അവിടെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട സംഭവം പുറത്തു കൊണ്ടുവന്ന് BJPയുടെ പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോഴും പോലീസ് ആദ്യം കേസെടുക്കാൻ മടിച്ചിരുന്നു. അതിൻ്റെ കാരണമായി പാസ്റ്റർ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളോട് വെളിപ്പെടുത്തുന്ന വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ പാസ്റ്റർ ബിനു പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലെ SHOയ്ക്ക് ഫോൺ സന്ദേശം വന്നിരുന്നു. ഈ പ്രശ്നത്തെ സംബന്ധിച്ച് എന്താണ് ആ ഫോൺ സന്ദേശത്തിൻ്റെ ഉള്ളടക്കമെന്നോ അല്ല എന്താണ് ആ ഫോൺ സന്ദേശത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് SHOയ്ക്ക് നൽകപ്പെട്ട നിർദ്ദേശമെന്നോ പാസ്റ്റർ ബിനു പറയുന്നില്ല. പക്ഷേ ഇത്രയും അധികം സ്വാധീനം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. തന്നെയുമല്ല, നിരവധി രാഷ്ട്രീയ നേതാക്കളുമായി, മുഖ്യമന്ത്രിയുമായി തന്നെ പാസ്റ്റർ ബിനുവിന് അടുത്ത ബന്ധമുണ്ടെന്ന് സംശയിക്കാവുന്ന രീതിയിൽ ഉള്ള ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ ലഭ്യമാണ്. ഒരു കൃത്യമായിട്ടുള്ള സ്വാധീനം രാഷ്ട്രീയത്തിൽ ചെലുത്തി, അതും ഇപ്പോഴത്തെ UDF സർക്കാരിൽ ചെലുത്തി മുന്നോട്ട് പോകുന്ന ഒരു ക്രിമിനലാണോ ഈ പാസ്റ്റർ ബിനു വാഴമുട്ടമെന്ന് സംശയിക്കേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൃത്യമായിട്ട് തന്നെ ഹിന്ദു ഐക്യവേദിയും ഈ ഒരു പ്രശ്നം കയ്യിലെടുത്തിട്ടുണ്ട്. കൃത്യമായ നടപടി ഈ ഒരു ഗുരുതര കുറ്റകൃത്യത്തിൻ്റെ മേൽ ഉണ്ടാകണം. തന്നെയുമല്ല, പാസ്റ്റർ ബിനുവിൻ്റെ ഒരു പശ്ചാത്തലവും ഭൂതകാലവും അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഹിന്ദു ഐക്യവേദി ഉയർത്തിയിട്ടുണ്ട്. ഭൂതകാലം അന്വേഷിക്കണമെന്ന് പറയുന്നത് നിരവധി ആരോപണങ്ങൾ ഈ പാസ്റ്റർ ബിനുവും അദ്ദേഹത്തിൻ്റെ സഹായി പ്രിൻസും നേരിടുന്നുണ്ട്. പ്രിൻസിൻ്റെ പേരിലുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, പന്തളത്തുള്ള ഒരു യുവതിയെ, ആ യുവതിയുടെ വീട്ടിൽ ബലമായി അതിക്രമിച്ച് കയറി ആ യുവതിയെ കയറി പിടിക്കുകയും സാരി വലിച്ചഴിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു എന്നാണ്. ആ യുവതിയുടെ പേര് ഞങ്ങളിപ്പോൾ പുറത്തു വിടുന്നില്ല. അറിയാം, അതിൻ്റെ വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ എന്നാലും ഇനിയൊരു കേസാകുന്ന തരത്തിൽ അത് നിയമപരമായി ശരിയല്ല എന്നുള്ളത് കൊണ്ട് പുറത്തു വിടുന്നില്ല. പക്ഷേ അത്തരത്തിലൊരു ആരോപണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയതായി ഈ ബിനു വാഴമുട്ടത്തിൻ്റെ സഹായി പാസ്റ്റർ പ്രിൻസിനെ സംബന്ധിച്ച്. ഈ പാസ്റ്റർ പ്രിൻസിനെ സംബന്ധിച്ച് നിരവധി ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ബിനു വാഴമുട്ടത്തിലേക്ക് വന്നാൽ ഈ വ്യക്തിയെക്കുറിച്ച് ഉള്ള ആരോപണങ്ങൾ കുറച്ചുകൂടി ഗുരുതരമാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം സഹായികളായി നിന്നിരുന്ന പലരെയും കാലാകാലങ്ങളിൽ കാണാതായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. അവരിൽ ചിലരെ അർദ്ധരാത്രിയിൽ വീടുകളിൽ കെട്ടിയിട്ട് മർദ്ദിച്ചതിൻ്റെ നേർസാക്ഷ്യങ്ങൾ ഇപ്പോൾ പലരും പുറത്തു പറയുന്നുണ്ട്. തുടങ്ങിയ ആരോപണങ്ങൾ നിരവധിയാണ്. എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ ഈ 17കാരൻ്റെ ക്രൂരമർദ്ദനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നേരായ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല ഏലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ. അതിനുമപ്പുറത്തേക്ക് ഏലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ ഒരു തുടക്കം മാത്രമാണ് എന്നാണ് വ്യക്തിപരമായി ഞാൻ കരുതുന്നത്. കാരണം പത്തനംതിട്ട പോലൊരു ജില്ലയിൽ അംഗീകാരമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്ത തരത്തിൽ 100 കണക്കിന് ഇത്തരത്തിൽ മതപരിവർത്തന കേന്ദ്രങ്ങൾ തന്നെയാണത്. പ്രേക്ഷിത പ്രവർത്തനം, ഒരു മതപ്രചാരണം, അല്ലെങ്കിൽ അവൻ വരുന്നു എന്നുള്ള മൈക്ക് കെട്ടി വെള്ളയും ഇട്ട് തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ, ഇതൊന്നുമല്ല അവിടെ നടക്കുന്നത്. ആസൂത്രിതമായ മതപരിവർത്തനം, അതിനും അപ്പുറത്തേക്ക് ഗുണ്ടായിസം കൈയാളി അല്ലെങ്കിൽ ഗുണ്ടായിസം കൈമുതലാക്കി ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദു ആചാരങ്ങളെയും ആക്ഷേപിച്ച് ഒരുപക്ഷെ ബലമായി തന്നെ ആളുകളെ തങ്ങളുടെ മതത്തിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന നിരവധി മതപരിവർത്തന കേന്ദ്രങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ മാത്രം 100 കണക്കിനുണ്ട് എന്നാണ് അന്വേഷണത്തിൽ അറിയുവാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് ഈ FCRA പോലുള്ള നിയമങ്ങൾ കർശനമാക്കുമ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ എത്ര എണ്ണത്തിന് അംഗീകാരമുണ്ട്, കൃത്യമായിട്ടുള്ള അംഗീകാരം ലഭിച്ചത് എന്തിനാണോ ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ എത്രയെണ്ണമുണ്ട്, അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങൾ എത്രയുണ്ട്, വിദേശ
സംഭാവനകൾ എത്ര അവർ സ്വീകരിക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യത്തിനായി അവ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ വിനിയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയാൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അത് ഉറപ്പാണ്. കാരണം ഇത്രയും വലിയ ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി പരസ്യമായി അഭിമാനപൂർവ്വം എനിക്കെതിരെ ഒരു കേസ് വന്നപ്പോൾ അല്ലെങ്കിൽ ആരോപണമുണ്ടായപ്പോൾ ഇടപെട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുവാൻ ധൈര്യം കാട്ടുന്ന ഒരു വ്യക്തി സാധാരണക്കാരനല്ല, നിസ്സാരക്കാരനല്ല. കുറ്റവാളിയാണെങ്കിൽ സാധാരണ കുറ്റവാളിയുമല്ല. കുറ്റവാളിയാണെങ്കിലെന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇപ്പോഴും ആരോപണ വിധേയനാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും നടപടി നേരിട്ട് അല്ലെങ്കിൽ ഉണ്ടായി ഒരു FIRലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് വന്നാൽ മാത്രമേ കുറ്റാരോപിതനെന്ന് പോലും അദ്ദേഹത്തെ പറയുവാൻ സാധിക്കൂ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുവാൻ സാധിക്കൂ. ഇപ്പോൾ അയാളെ വിളിക്കേണ്ടത് ആരോപിതൻ എന്ന് തന്നെയാണ്. കുറ്റാരോപിതൻ, ജനങ്ങൾ ആരോപിക്കുന്നു. ഇപ്പോൾ നിയമപരമായുള്ളൊരു കുറ്റാരോപിതനാണ് ആകണമെങ്കിൽ FIRകൾ വരണം. അതിന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം തടയിടുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ട കാര്യമാണ്. എന്തായാലും തത്വമയി ന്യൂസ് ഈ എലോഹിം ഗ്ലോബൽ സെൻറ്ററിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുവാനോ അല്ലെങ്കിൽ ന്യൂസ് വാല്യൂ ഇല്ല എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുവാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഒരേ ഒരു കാരണം, ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ പോലുള്ള മതപരിവർത്തന സ്ഥാപനങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ സമൂഹത്തിന് വലിയൊരു വിപത്താണ്. നമ്മുടെ സമൂഹത്തിൽ വല്ലാത്തൊരു വിഷമാണത് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ ബിനുവിൻ്റെ മതപരിവർത്തന ശ്രമങ്ങൾ അല്ലെങ്കിൽ മതപരിവർത്തന വീഡിയോകൾ 1-2 തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഭദ്രകാളി ഉൾപ്പെടെയുള്ള ഹിന്ദു ദേവീ ദേവതമാരെ ആക്ഷേപിച്ചുകൊണ്ട് തൻ്റെ മതം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആ വ്യക്തി, അത് തന്നെ ഹീനമായൊരു പ്രവൃത്തിയാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് അത് പാസ്റ്റർ ബിനുവിൻ്റെ ഏറ്റവും ചെറിയ ഹീന പ്രവൃത്തിയാണ്. അതിനും അപ്പുറത്തേക്ക് വലിയൊരു ക്രിമിനലാണ് ഈ ബിനു വാഴമുട്ടമെന്ന് സംശയിക്കേണ്ട രീതിയിലുള്ള ആരോപണങ്ങളും തെളിവുകളുമാണ് നമ്മുടെ മുൻപിലേക്ക് ദിവസേന എന്നവണ്ണം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തെ ഇവിടെ വിടുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അന്വേഷണങ്ങൾ മുറുകിയില്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാർ കൃത്യമായ നടപടികൾ ഈ വിഷയത്തെ സംബന്ധിച്ച് എടുത്തില്ലെങ്കിൽ, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുവാനാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനം. കാരണം ഈ ഒരു സാമൂഹിക വിപത്തിനെ ജനങ്ങളുടെ മുൻപിൽ തുറന്ന് കാണിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾ അതുണ്ടാക്കി വയ്ക്കും കേരള സമൂഹത്തിന്. പ്രത്യേകിച്ച് പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ തുടങ്ങും ഈ അപകടങ്ങളുടെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അപകടങ്ങളുടെ ഒരു ഭവിഷ്യത്തുകൾ. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഒഴിവാക്കാൻ നമ്മളാൽ കഴിയുന്നതെന്തും നമുക്ക് ചെയ്തേ മതിയാകൂ. പ്രേക്ഷകരുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളോട് കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി. സംവാദങ്ങൾ തുടരട്ടെ. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.